സാറ് സനാതന ധർമ്മത്തെ വിമർശിച്ച സ്റ്റാലിനെതിരെ ഉദയനിധി സ്റ്റാലിനെതിരെ ഇനി കേസെടുക്കരുതെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു? കേസുകളുടെ പ്രളയമല്ലേ, അപ്പോൾ പിന്നെ കേസെടുക്കരുതെന്നല്ലാതെ സുപ്രീം കോടതി എന്ത് പറയാൻ പറ്റും? കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറഞ്ഞു, 10,000 വർഷങ്ങളായിട്ടുള്ള ഒരു ധർമ്മമാണ് ഈ വിശ്വാസം. മഹാപുരുഷ ആളുകൾ അതിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വസിക്കുന്നവരെ വിശ്വസിച്ചോളട്ടെ. ഇപ്പം സ്റ്റാലിൻ എന്താണ് ഉദയനിധി സ്റ്റാലിൻ വിചാരിച്ചുകൊണ്ട് സ്റ്റാലിന്റെ മകനാണ്. ഇതൊക്കെ വല്ല പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ ക്ഷേത്രങ്ങളുടെ പരമ്പരയാണ്. ശബരിമലയിലൊക്കെ ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നവരാണ്. മലയാളികളെക്കാൾ കൂടെ പണം കൊടുക്കുന്നത് തമിഴ്നാട്ടുകാരാണ്. തമിഴ്നാട് സീസണിൽ ഇതിൻ്റെ എല്ലാ അമ്പലങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ലക്ഷക്കണക്കിന് രൂപയാണ് കിട്ടുന്ന വരുമാനം. ഇതെല്ലാം കിട്ടുന്ന തമിഴ്നാട്. അവർ വലിയ ഭക്തിയിലും ഒക്കെ ജീവിക്കുന്ന ജനങ്ങളാണ്. അവരടുത്ത് ഇതൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റ് പ്രവർത്തകരൊക്കെ എന്ത് കൊടുത്തു? ഹിന്ദു വിശ്വാസികളും സനാതന വിശ്വാസികളും ഒക്കെ കൊണ്ട് കേസ് കൊടുത്തു. കുറേ കേസായി പല സ്റ്റേറ്റിൽ നിന്ന്, ഡൽഹി, അവിടെ നിന്ന്. അപ്പോൾ ഇതെല്ലാം കൂടി മടുത്ത് ഈ സ്റ്റാലിൻ മടുത്ത്, ഉദയനിധി മടുത്ത്. അങ്ങനെയാണ് അദ്ദേഹം ഒരു കേസ് കൊണ്ട് കൊടുത്തു. ഇങ്ങനെ ഒരുപാട് അടുത്ത് കേസ് പറയാൻ വയ്യ, എല്ലാം കൂടെ ഒന്നിച്ചാക്കി തരണമെന്ന്. അങ്ങനെയാണ് സുപ്രീം കോടതി തലവേദന ഒഴിവാക്കാനാണ് ഒന്നിച്ചാക്കി കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ പുലിവാല് പിടിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അത് അദ്ദേഹം ഇത് പഠിച്ചിട്ടില്ല. എന്താണ് സനാതന ധർമ്മം, അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ തത്വചിന്ത എന്താ, ഇതൊന്നും പഠിച്ചിട്ടില്ല. നമ്മളെല്ലാവരും കിടക്കുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ജാതി ചിന്തയോ അല്ലെങ്കിൽ ജാതിപരമായി കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മൊത്തം സംവിധാനത്തെ വിലയിരുത്തുന്നത്. ഇത് വളരെ മോശമാണെങ്കിൽ എന്നേ ആളുകൾ കളഞ്ഞനെ. ബുദ്ധമതം എന്തുകൊണ്ട് ഇപ്പോൾ ജനങ്ങൾ എടുക്കുന്നില്ല? നമ്മൾ തല്ലിയതൊന്നും കൊന്നതുകൊണ്ടൊന്നും മാത്രം നിൽക്കത്തില്ല. ഒരാളെ തല്ലി കൊന്നതുകൊണ്ടൊന്നും അങ്ങനെ നിൽക്കത്തില്ല. മാവോയിസം ഒരു കാലഘട്ടത്തിൽ ഭയങ്കര സീരിയസ് ആയിട്ട് കയറി വന്നതില്ലേ, നെക്സലിസം. പക്ഷേ അതങ്ങ് പോയി. ആളുകളെ മനസ്സിലിപ്പോൾ ഇല്ലല്ലോ. വളരെ നാമമാത്രമായ ആളുകൾ ഒഴിച്ച് ആരുടെ മനസ്സിലില്ല. അപ്പോൾ തത്വശാസ്ത്രങ്ങൾ വരും. ആ തത്വശാസ്ത്രങ്ങളിൽ നന്മയുള്ളത് ആളുകൾ എടുക്കും, തിന്മയുള്ളതെന്ന് ഒരാളും എടുക്കത്തില്ല. അല്ല, ഈ കേസിന് ഇപ്പോൾ എടുക്കേണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഊർജ്ജമായി അടുത്ത് വിമർശിക്കാനുള്ള പക്ഷേ കേസ് കിടപ്പുണ്ട്. സുപ്രീം കോടതി തന്നെ കേസ് കിടപ്പുണ്ട്, വിവിധ കോടതികളിലും കേസ് കിടപ്പുണ്ട്. അതുകൊണ്ട് സ്റ്റാലിൻ ഇയാളുടെ ഉദയനിധിയുടെ ഒരു അപ്പീലിലാണ്, ഒരു റിക്വസ്റ്റ് കേസ് കൊടുത്ത് റിക്വസ്റ്റിലാണെങ്കിൽ വിധി വന്നിരിക്കുന്നത്. എങ്ങനെ തോന്നുന്നു? എനിക്കിത് വയ്യ, ഇനി എല്ലാം കൂടി വേണ്ട, ഈ ഒറ്റ കേസ് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കേടതിൽ നിന്ന് പുള്ളിക്ക് ഊരാൻ പറ്റത്തില്ല. കേസുണ്ട്, പക്ഷെ അത് കൺസോൾട്ടേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പല കേസുകളും. ഇനി അല്ലെങ്കിൽ രാജ്യത്ത് ഇങ്ങനെ ഓരോ സ്ഥലത്തും കേസ് പറയട്ടെ, പുള്ളി പോയി രാജ്യത്ത് എല്ലാ കോടതികളിലും പോയി കേസ് പറയട്ടെ. പക്ഷേ ഇങ്ങനെ കേസുകൾ വരുമ്പോഴും ഈ സനാതന ധർമ്മത്തെ കുറിച്ചും ഹിന്ദു വിശ്വാസങ്ങളെ കുറിച്ചും നിരന്തരം വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും. അത് ഈ ആര്യ ദ്രാവിഡ ബന്ധങ്ങളെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ കിടപ്പുണ്ട്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. അവർ ആര്യന്മാർ കുറച്ച് പേര് തെക്ക് വന്നെന്നും ഇവിടെ ഉള്ളവർ ദ്രാവിഡ, ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ചൊരു പണിയാണ്. അവരുടെ പല പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ച് അവരിങ്ങനെ ആര്യ ദ്രാവിഡ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് എഴുതി. കുറച്ച് പേര് വൈഷ്ണവരെന്നും ഇവർ ശൈവ സിദ്ധാന്തക്കാരാണെന്നും ശിവനെ പ്രാർത്ഥിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് പണ്ടേ എഴുതി വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഇതിന് അവിടെയുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ വടക്കിനെതിരെ തെക്ക് എപ്പോഴും വഴക്കുണ്ടാക്കുന്നതിൽ അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, രാഷ്ട്രീയമുണ്ടല്ലോ, ഇതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ ഈ പല വീഡിയോകളും പല കാര്യങ്ങളും പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ തൈക്കാട് അയ്യാഗുരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 1800 പറഞ്ഞത് 800കളിലാണ് പറഞ്ഞത് ഇനി വരുന്ന വർഷങ്ങളിൽ തെക്കും വടക്കും തമ്മിൽ സംഘർഷത്തിലായിരിക്കും എന്നും. രാജ്യത്തിൻ്റെ തെക്കും വടക്കും തമ്മിൽ സംഘർഷത്തിലായിരിക്കും. അദ്ദേഹം ഒരു യോഗിയായിരുന്നു, സാത്വിക, മുൻകൂട്ടി പറഞ്ഞാണ്. ഒരു കവിത എഴുതിയപ്പോൾ പറഞ്ഞു, രാജാവിന് വേണ്ടിയിട്ട് എഴുതിയൊരു കവിതയിൽ അദ്ദേഹം പറയുന്നതാണ് ഇങ്ങനെ തെക്കും വടക്കും തമ്മിൽ വലിയ സംഘർഷമായിരിക്കും. അത് അച്ചിട്ട് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 20-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുകയാണ്, 21-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുകയാണ്. രാഷ്ട്രീയമായിട്ടായാലും മറ്റേ ഇപ്പോൾ ഹിന്ദി വിഷയം നമ്മൾ അവരുമായിട്ട് തല്ലാണ്, നോർത്ത് ഇന്ത്യക്കാരുമായിട്ട്. ഇതുപോലത്തെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും വടക്ക് തെക്ക് യുദ്ധം നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു നടക്കുന്നത് ജനങ്ങൾക്ക് ബാധിക്കുന്നതല്ലേ, രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പ്, രാഷ്ട്രീയമായ മുതലെടുപ്പൂടെയാണ്. അല്ലാതെ പിന്നെന്താണ്? ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സവർണ വിഭാഗത്തിനെ നിന്ന് ഈ പറയുന്ന ആളുകളെയൊക്കെ കുറച്ച് തെറിയൊക്കെ പറഞ്ഞ് ഹിന്ദുത്വത്തെയൊക്കെ കുറച്ച്, ഹിന്ദുത്വമല്ല, ഹിന്ദു വിഭാഗക്കാർ, ഹിന്ദുത്വം എന്നുള്ള അർത്ഥത്തിലല്ല, ഹിന്ദുക്കളെയൊക്കെ കുറച്ച് തെറിയൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അതാണ് എൻജോയ് ചെയ്യുന്നത്. പക്ഷേ ഈ ടീം ഏറ്റവും പിന്നോക്കരായ ദളിതരെ ഒരിക്കലും പരിഗണിക്കില്ല. അങ്ങനെ പരിഗണിക്കുന്നത് എങ്ങനെ? അവിടെ സവർണരെ ബ്രാഹ്മണരെ തെറി വിളിച്ചിട്ട് ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഇവർ അധികാരം കൈയാളുകയും, പക്ഷെ ഏറ്റവും താഴ്ത്തട്ടിലുള്ള ദളിതരിന് ഇപ്പോഴും അവിടെ അങ്ങനെയാണല്ലോ. കേരളത്തിനെ പോലെയുള്ള ഒരു കാര്യം വന്നിട്ടില്ലല്ലോ. അത് വന്നിട്ടില്ല. അത് നമ്മൾ ഈ സ്റ്റാലിൻ തന്നെ, ഉദയനിധി തന്നെ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തത്, അവിടുത്തെ ഗ്രാമത്തിലെ ആളുകളെയൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുക്കാത്തത്, വിദ്യാഭ്യാസം ചെയ്യിച്ചെടുക്കുകയും അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഈ പറയുന്ന പാർട്ടികളൊക്കെ ഉണ്ടല്ലോ. ഭരണവിവേചനം ഇല്ലെന്നുള്ള ഒരുപാട് പിന്നെ പിന്നോക്ക സംവിധാനങ്ങളൊക്കെ ആ സ്റ്റേറ്റിലുണ്ടല്ലോ. അതൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്താത്ത എന്താണ്? പക്ഷെ അതൊന്നും അല്ല വിഷയം. ഒരു തർക്കം പറഞ്ഞ് ഒരു വഴക്കുണ്ടാക്കി ഒന്ന് ഡിബേറ്റ് ചെയ്ത് ഇങ്ങനെ നിർത്തുക എന്നുള്ള വിഷയങ്ങളെ ഇങ്ങനെ രണ്ട് രീതിയിലാണ് പൊളിറ്റീഷ്യന്മാർ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്,
വിഷയത്തെ അഡ്രസ്സ് ചെയ്തും പേരുണ്ടാക്കും. ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്തു നമ്മൾ ചിലരെന്ത് ചെയ്യും, വിഷയമായി നിലനിർത്തിക്കൊണ്ട് തന്നെ പേരുണ്ടാക്കും. എല്ലാ കാലവും ആ വിഷയം അങ്ങനെ നിൽക്കണം. അതപ്പോൾ അതിനെ ചുറ്റി വേറെ കാര്യങ്ങൾ പറയും. ആളുകളുടെ മനസ്സിലെ ദുർബല വികാരങ്ങളാണ് ഇതൊക്കെ. മതം, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അവരുടെ ഒരു വികാരത്തിൻ്റെ ഭാഗമാണ്, മനസ്സിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഭൗതികമായി വസ്തു, പേപ്പർ അല്ലെ പേന കാണുമ്പോൾ ഭൗതിക വസ്തു അല്ലത്, മനസ്സിൻ്റെ ചിന്തയാണ് ഈ സനാതന ധർമ്മം എന്നൊക്കെ പറയും. അതിനെ വികാരപ്പെടുത്തും, ദുർബലപ്പെടുത്തും. നാം എന്തെല്ലാം പറയുമ്പോൾ ഈ തമിഴ്നാട്ടിൽ ഈ ക്രിസ്ത്യൻ വിഭാഗം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്, മതപരിവർത്തനമല്ല വലിയ അതുപോലത്തെ കാര്യങ്ങൾ നടക്കും. ഈ ഉദയനിധി സ്റ്റാലിനെ പോലെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. ഭരണപരമായ കാര്യങ്ങൾ അതാ ഞാൻ പറയാം, സംഘടിതമായ അത് അവിടുത്തെ ഹിന്ദു വിഭാഗത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്, പ്രശ്നമാക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ തന്നെ അവിടെ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു പള്ളിയും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ പന്നി ഇറച്ചി കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിഷയങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് പറ്റുന്ന വിഷയങ്ങൾ എന്ത് ചെയ്യുന്നു, കത്തിച്ച് നിർത്തുന്നതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഉദയനിധിയൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത് വിവാദ വിഷയങ്ങൾ എന്ത് ചെയ്യാൻ പോകരുത്. ഇങ്ങനെയല്ല പരിവർത്തനം ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാണോ പരിവർത്തനം ഉണ്ടാക്കുന്നത്? അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തെറി പറഞ്ഞുകൊണ്ട് പരിവർത്തനമാവുമോ? പരിവർത്തനമാവില്ല. കാരണം നൂറ്റാണ്ടുകളായി വിശ്വസിക്കുന്ന ഒരു പ്രമാണമാണ്. അതിനെ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. അല്ല, പരിവർത്തനം ഈ സനാതന ധർമ്മത്തിൽ മാത്രമാണ്. ഇപ്പോൾ ശിവഗിരിയിൽ ഉണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ പ്രസംഗം, അതെന്താണ് എല്ലാ കേരളവും തമിഴ്നാടും എല്ലാവരും അതെന്തുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചിരിക്കുന്നത്? ഞാൻ നിങ്ങളെ തല്ലൂല്ലെങ്കിൽ തല്ലിയാൽ തിരിച്ചു തല്ലൂല്ലെങ്കിൽ ഞാൻ ചുമ്മാ തല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ. ഞാൻ നിങ്ങളെ തെറി പറഞ്ഞാൽ, നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ തിരിച്ച് പറയുന്നില്ലെങ്കിൽ ഞാൻ തെറി പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരാൾ ഒന്നോ രണ്ടോ കുഴപ്പക്കാരായിരിക്കും ബസ്സിൽ വലിയ ബഹളം ഉണ്ടാക്കണം. ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കണം, അവരെല്ലാം കയ്യിൽ വല്ല വെച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ അവരെ മാന്യതകൊണ്ട് അവർ മിണ്ടാതിരിക്കുമ്പോൾ ഇയാൾ വിചാരിക്കുന്നത് എന്താണ്, ഞാൻ തന്നെയാണ് രാജാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാദം ഉണ്ടാക്കുന്നവർ വിചാരിക്കുന്നത് എന്താണ്, ഭൂരിപക്ഷത്തിൻ്റെ മൗനത്തിൻ്റെ പുറത്ത് കയറി നിന്നിട്ടാണ് ഈ ന്യൂനപക്ഷം എന്ത് ചെയ്യുന്നത്. വ്യക്തികളായാലും സംഘടനയായാലും ഗ്രൂപ്പായാലും ഭൂരിപക്ഷത്തിൻ്റെ ഒരു മൗനം ഉണ്ടല്ലോ, അതിൻ്റെ പുറത്ത് കയറി നിന്നാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്. ആ ഭൂരിപക്ഷം മൗനം പഠിച്ചത് എവിടെ നിന്നാണ്? ഈ സനാതന ധർമ്മം പോലുള്ള കാര്യങ്ങളിൽ നിന്നാണ്. അല്ലെങ്കിൽ ഇത് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു എന്തോ ചാനലിൽ പറയുന്നുണ്ട്, നമ്മുടെ റിപ്പോർട്ടറിൽ അരുൺകുമാർ പിന്നെ ഭരണഘടനയെക്കുറിച്ച് ഇതുപോലെ എന്തോ പറയുന്നുണ്ട്, മതവും ശാസ്ത്രവും എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. മത സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് ഭരണഘടന. സിന്ധു സൂര്യകുമാറിന്റെ പരാമർശം അവർ ഇതൊക്കെ മനസ്സിലാക്കാതില്ലേ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് അരുണിന്റെ പ്രസ്താവന. ഭരണഘടന 25 പ്രകാരം മതവിശ്വാസവുമായി മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആർട്ടിക്കിൾ 25 പ്രകാരം. അതേസമയം തന്നെ അതുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശാസ്ത്രമാണ് പ്രചരിപ്പിക്കേണ്ടത്, ശാസ്ത്രം പ്രചരിപ്പിക്കാത്തവരൊക്കെ കുഴപ്പമെന്ന് പറയുന്നു. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് ഓരോ സമയത്ത് കിട്ടുന്ന അനുസരിച്ച് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടോ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടോ ഓരോ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതിനപ്പുറം വേറെ യഥാർത്ഥത്തിൽ സത്യസന്ധമായി ഇതല്ല ചിന്തിക്കേണ്ടത്. നമുക്കിങ്ങനെയല്ല കറക്റ്റ് ചെയ്യപ്പെടേണ്ടത്. ഒരു തുള്ളി ചോര പോലും പൊടിയാതെയല്ലേ ഗുരുദേവൻ മാറ്റം കൊണ്ടുവന്നത്. ഗുരുദേവൻ വലിയ മാറ്റം കൊണ്ടുവന്ന ആളല്ലേ. ചോര വല്ലതും പൊടിഞ്ഞോ? ഇവിടെ ആരെങ്കിലും അടിച്ചോ? ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരെങ്കിലും കൊന്നോ? ഒരു സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് പരിഷ്കാരങ്ങൾ വരുത്തേണ്ടത്. പിന്നെ ചിലതൊക്കെ തള്ളിപ്പറയേണ്ടി വരും. പക്ഷെ അത് ഈ രീതിയിലല്ല. ഇതിപ്പോൾ അടച്ചാക്ഷേപിച്ച് ഒക്കെ പോകുന്നതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും വരുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്കാരന് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ പുള്ളി തോറ്റ് പറഞ്ഞിരിക്കുകയല്ലേ, ഇനി എന്നെ ഉപദ്രവിക്കരുത് എന്നാണ് പറയുന്നത്. സുപ്രീം കോടതിയുടെ പുള്ളിയുടെ അപ്പീൽ എന്താണ്? പുള്ളി കൊടുത്തിരിക്കുന്ന ഇതെന്താണ്? അപേക്ഷ എന്താണ്? രാജ്യം മുഴുക്ക കേസ്. അതുകൊണ്ട് ഒറ്റ കേസ് സുപ്രീം കോടതിയിൽ മതി. അത് ഞാൻ പറഞ്ഞോളാം. ഇത്രയും കേസ് പറയാനുള്ള എല്ലാ സ്ഥലത്തും പോയി കേസ് പറയണ്ടേ, വക്കീലിനെ വെച്ച് പറയണ്ടേ? അപ്പോൾ അത് പ്രായോഗികമല്ല, തെറ്റാന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഈ പുലിവാലിനൊന്നും ചെന്ന് പിടിക്കേണ്ട ഒരു കാര്യമില്ല. ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴും തമിഴിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുരുകനും ജല്ലിക്കെട്ടും പൊങ്കലും അടക്കമുള്ള വിശ്വാസങ്ങൾ. അപ്പോൾ ഈ വിശ്വാസത്തിനെതിരെ പറഞ്ഞ ഉദയനിധി സ്റ്റാലിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. ചിലപ്പോൾ ഉണ്ടായിക്കൂടാന്നില്ല. കാരണം ഞാൻ പറയാം, പൊങ്കൽ അവരുടെ വലിയ വികാരമല്ലേ തമിഴ്നാട്ടുകാരുടെ. ജല്ലിക്കെട്ട്, ഉത്സവങ്ങൾ, ഇതൊക്കെ വലിയ അങ്ങനത്തെ ഒരു ജനതയാണ്. നമ്മളെപ്പോലെയല്ല. ഒരുതരം ഒരു ഭ്രാന്ത് പോലെ അവർക്കുണ്ട് ഉത്സവം എന്നൊക്കെ പറയുന്നത്. ചന്ദന പൊട്ട് ഇടണുണ്ടോ? അവർ ഭസ്മം ഇടണുണ്ടോ? ശരീരം മൊത്തമാണ് ഇടുന്നത്. മുരുകൻ എന്നൊക്കെ പറഞ്ഞ് ശരീരം മൊത്തമാണ് അവർ വാരി ഇടുന്നത്. അപ്പോൾ അത് വേറൊരു ഒരു ലഹരിയാണ് അവർക്ക്. ഭക്തി എന്ന് പറയുന്നത് വല്ലാത്തൊരു ലഹരിയാണ്. അപ്പോൾ അത് ശരിയോ തെറ്റോ വേറെ വിഷയം. നമ്മൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കയറാൻ ആളല്ല. അവർക്ക് ശരിയും തെറ്റും ഒക്കെ അവർ തീരുമാനിച്ചോളൂ. പക്ഷേ ഇതുപോലത്തെ കേസുകൾ വരുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പക്ഷേ അശ്രദ്ധ കൊണ്ടാണ് പലതും നടക്കുന്നത്.